തെരുവുനായ ശല്യം അത് ഇപ്പോഴും തുടരുന്നുണ്ടല്ലേ? ഡെയിലി നമ്മൾ ഓരോ ഇടത്തെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പ്രതിഷേധവും ഒക്കെ പലയിടങ്ങളിലും അരങ്ങേറുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധത്തെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഈ തെരുവുനായ ശല്യത്തിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് കാസർഗോഡ് പെരിയയിലെ നാട്ടുകാർ. പലതവണയായി നാട്ടുകാർക്ക് കടിയേറ്റതിനെ തുടർന്നാണ് ഒടുവിൽ പ്രതിഷേധത്തിന്റെ ഒരു 18ാമത്തെ അടവ് തന്നെ പുറത്തെടുത്തത്. വോയിസ് ഓഫ് പെരിയ എന്ന സാംസ്കാരിക സംഘടനയാണ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഈ പ്രതിഷേധ പരിപാടി നടത്തിയത്. എന്താണെന്ന് കാണാം. സംസ്ഥാനത്തുടനീളം ABC പദ്ധതി പൂർണ്ണമായും താളം തെറ്റുന്നു എന്നുള്ള വ്യാപകമായ ആരോപണങ്ങളും പരാതികളും ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ കാസർഗോഡ് പെരിയയിൽ ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധ പരിപാടി ഉണ്ടാകുന്നത്. തെരുവുനായ കുഞ്ഞുങ്ങളെ ആളുകൾ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധക്കാരെല്ലാവരും തന്നെ ആവശ്യപ്പെടുന്നത്. ഇവിടെ ഒട്ടേറെ നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രതിഷേധം? പ്രത്യേകിച്ചിട്ടും രാപ്പകൽ ഭേദമന്യേ സ്കൂളുകളിലെ പിഞ്ചുകുട്ടികൾക്കും അതുപോലെ തന്നെ പെരിയ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പുല്ലൂർ സ്കൂളിൻ്റെ ഭാഗങ്ങൾ, തെരുവോരങ്ങൾ എന്നിവയൊക്കെ തന്നെ അലഞ്ഞുതിരിയുന്ന തെരുവുനായ്ക്കളും തെരുവ് നായ്ക്കുട്ടികളും പലയിടങ്ങളിലും മനുഷ്യജീവന് വളരെ ഭീഷണി സൃഷ്ടിക്കുന്നു. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് പലവരും വളരെ ചികിത്സക്ക് പോകേണ്ടുന്ന ഒരവസ്ഥയുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ജനബാഹുല്യമുള്ള ഈ പ്രദേശങ്ങളിൽ തെരുവ് നായ്ക്കളെ അധികൃതർ ഏറ്റെടുക്കുകയും ഗവൺമെൻറ് ചെയ്തപോലെ തന്നെ ABC എന്ന ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നിർജീവമായിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടോ എന്നറിയില്ല, അതിൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെയുള്ള തെരുവ് നായകളെ വേണ്ടുന്ന രീതിയിൽ സംരക്ഷിച്ച് പൊതുജനങ്ങളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അധികൃതരിലുണ്ടാവണമെന്നാണ് വോയിസ് ഓഫ് പെരിയ ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. ചേട്ടാ, ഇവിടെ തെരുവുനായ കുട്ടികളെ കടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? കുട്ടികളെ കടിക്കുന്ന സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് വിശന്നിട്ട് ഒന്നും കിട്ടാത്ത സമയത്ത് ആരെങ്കിലും ആ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ വഴിക്ക് വെച്ച് ഈ പട്ടി ശല്യം ചെയ്ത് ഉപദ്രവിക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. പഴയ കാലങ്ങളിൽ ഒരു വീട്ടിൽ ഒരു പട്ടി ഉണ്ടാവാം. അത് വളർന്ന് ഇപ്പോൾ തെരുവുകളിൽ മുഴുവനും പട്ടികളും വീടുകളിലെല്ലാം വളരെ ശുഷ്കമായിട്ടുള്ള നായ്ക്കുട്ടികളെ ഇപ്പോൾ അല്ലെങ്കിൽ നായ്ക്കളെ ഉണ്ടാകാറുള്ളൂ. വളർത്തുമൃഗങ്ങളായിട്ട് ചില ആളുകളെ ഇപ്പോൾ കാണുന്നില്ല. ഒന്ന് പട്ടികളെ വളർത്താനുള്ള ഒരു എന്താ പറയുക ലൈസൻസ്, സ്ഥിരമായി സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം അതാത് പട്ടികളുടെ ഉടമസ്ഥന്മാരുണ്ടാക്കണം. ഇപ്പോൾ ഒരു വീട്ടിലൊരു പട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളെല്ലാം ഒഴിവാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഓരോ വീട്ടുകാർക്കും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇതൊരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ എടുക്കരുത്. ഇതൊരു പ്രതിഷേധമേ അല്ല, ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം വീടിന്ന് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഈ തെരുവ് നായ്ക്കൾ, ഇനിയിപ്പോൾ കുട്ടികൾ പോകുന്ന സമയത്ത്, ഇതിപ്പോൾ ചെറിയൊരു പ്രായം, അതിൻ്റെ അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന ഒരു പ്രായം, കുറച്ചും കൂടെ വളർന്നത് ഭക്ഷണത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇവിടെ ABC എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട് എന്നറിഞ്ഞു, അനിൽകുമാർ പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടത് കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല? രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഈ രീതിയിൽ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒന്ന്, കൃത്യമായ രീതിയിൽ ജില്ലയിലുടനീളം ABC പദ്ധതി കാര്യക്ഷമമായി പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള തെരുവുനായ കുട്ടികളെ ആളുകൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് മാതൃകാപരമായൊരു പദ്ധതി പുല്ലൂർ പെരിയ പഞ്ചായത്തിലെങ്കിലും നടപ്പിലാക്കുക എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. സാരംഗ്, അത്രയ്ക്ക് ഗതി കെട്ടിട്ടായിരിക്കുമല്ലേ ഇവരിങ്ങനെ ഓരോ പ്രതിഷേധത്തിലേക്കൊക്കെ ഇറങ്ങുന്നത്? അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അവർ പറയുന്നത് പിടിച്ചു കൊല്ലണമെന്നോ അല്ലെങ്കിൽ ഇനി വളർത്തണ്ട എന്നുള്ള ആഹാരം ഒന്നും നൽകുകയൊന്നും അല്ല. ഇപ്പോൾ നിങ്ങൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് അവയെ തെരുവിലേക്ക് വലിച്ചെറിയാതിരിക്കുക. തെരുവിലേക്ക് എത്തപ്പെട്ടായാലും ഇപ്പോൾ ഉള്ളതാണെങ്കിൽ പോലും അവയൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുക. അതിനിവിടെ ഒരു പദ്ധതിയുണ്ട്, ABC കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അതെവിടെ? അവയൊക്കെ കൃത്യമായിട്ടൊന്ന് മുന്നിലേക്ക് കൊണ്ടുപോകൂ എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് അവർ ഓരോരുത്തരും വെക്കുന്നത്. പൊതുവെ തെരുവുനായ ശല്യം കൊണ്ട് ഏറെ പൊറുതിമുട്ടിയ ഒരു ജില്ലയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും സ്കൂളുകളിലേക്കൊക്കെ തന്നെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് പലതവണയായി ഇത്തരത്തിൽ കടിയേൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പൊതുവെ ABC പദ്ധതി തന്നെ ജില്ലയിൽ പൂർണ്ണമായി താളം തെറ്റുന്നു. അതിനിടയിൽ വന്ധീകരിക്കപ്പെട്ടു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അധികൃതർ കൃത്യമായി മാർക്ക് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറക്കി വിട്ട തെരുവുനായ്ക്കൾ വീണ്ടും പ്രസവിക്കുന്ന കാഴ്ച പോലും ഏറെ വിചിത്രം എന്നുള്ള രീതിയിൽ കാണുന്നു. അതിനെക്കുറിച്ചൊക്കെ തന്നെ ആളുകൾ വ്യാപകമായി നമ്മളെ അടുത്ത് പരാതി പറയുന്നു. അതിനിടയിലാണ് പെരിയയിൽ ഒരു കൂട്ടം ആളുകൾ, ഒരു വോയിസ് ഓഫ് പെരിയ എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു കൂട്ടായ്മ ഈ രീതിയിൽ തങ്ങളുടെ സ്വന്തം തദ്ദേശ സ്ഥാപനത്തിന് മുൻപിൽ പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമരവുമായി എത്തിയിട്ടുള്ളത്. കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ, ഇപ്പോൾ അത് കുറച്ച് കുറവാണ്, പക്ഷേ മുൻകാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പഞ്ചായത്ത് മുട്ടക്കോഴി വിതരണം നടത്തുന്നത്, അതുപോലെ തന്നെ ആട്ടിൻകുട്ടികളെയൊക്കെ തന്നെ വിതരണം ചെയ്യുന്നത് കർഷകർക്കൊക്കെ ആയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ ആളുകൾക്ക്, ഈ ഭരണാധികാരികൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പൊതുവെ മൃഗസ്നേഹികൾ എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകളെങ്കിലും ഈ തെരുവുനായകളെ
ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നുള്ള സന്ദേശമൊക്കെ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാർ ഇത്തരത്തിലൊരു വേറിട്ട പ്രതിഷേധത്തിന് തയ്യാറായിട്ടുള്ളത്. വലിയ പ്രശ്നമാണ്. കാരണം ABC പദ്ധതി പൊതുവെ താളം തെറ്റുന്നു എന്നുള്ള വ്യാപകമായിട്ടുള്ള ഒരു പരാതി വരുന്നു. കാരണം കാസർഗോഡ് പോലുള്ള വലിയൊരു ജില്ലയ്ക്കകത്ത് ആകെ ഒരൊറ്റ സെൻറ്റർ മാത്രമാണുള്ളത്. അതിനകത്ത് തന്നെ വലിയ താളപ്പിഴകൾ ഉണ്ടാകുന്നു എന്ന് തന്നെ ഒരു ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണം. കാരണം ഇത്തരത്തിലുള്ള വേറിട്ട പ്രതിഷേധങ്ങളിലേക്കൊക്കെ തന്നെ ആളുകൾക്ക് ഇറങ്ങേണ്ടി വരുന്ന ഗതികേട് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. കാരണം എത്രയോ വാർത്തകളാണല്ലേ, എത്രയോ ദൃശ്യങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ CCTV ദൃശ്യങ്ങളായാലും ഓരോ ഇടത്തെ കാര്യങ്ങളായാലും നമ്മൾ കാണുന്നതാണ് ഈ വാർത്തകളോടൊക്കെ തന്നെയും. ഇന്ന് തന്നെ ഈ ABC കേന്ദ്രങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അങ്ങ് സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടൊക്കെയുണ്ട്. ഇതിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സംബന്ധിച്ച് അധികൃതർ ഉൾപ്പെടെ ആകാശത്തേക്ക് നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ദിവസേന ഈ പ്രശ്നങ്ങൾ കൂടുന്നു എന്നുള്ളതല്ലാതെ അതിനൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഇവർ ചെയ്തത് പ്രതിഷേധമാണ് എങ്കിൽ പോലും നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ കോഴി വിതരണം അങ്ങനെ ഓരോന്നൊക്കെ പഞ്ചായത്ത് വകയായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിലാണ് പ്രതിഷേധം എന്ന രീതിയിൽ പോലും ഈ കുട്ടികളെ കൊടുത്തത്. പക്ഷെ അതിലും അവർ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സമയത്ത് ഇവയെ തെരുവിലേക്ക് വലിച്ചെറിയാതെ ഇരിക്കുക, ഇപ്പോഴുള്ള തെരുവ് നായ്ക്കൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള പദ്ധതിയെങ്കിലും കൃത്യമായിട്ട് മുന്നിലേക്ക് പോകുക. അത് തന്നെയല്ലേ ഓരോ സമയത്തും ഈ പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നത്. അതിന് പരിഹാരമില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് സാരംഗാണ് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞത്.